Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽജിബ്ര ആൻഡ് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ഒരു സെക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് മോണോമിയൽ ആൻഡ് ബൈനോമിയലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ്. ഓക്കെ, രണ്ട് ടേംസ് വരുന്നതാണ് നമ്മൾ ബൈനോമിയൽ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സിംഗിൾ ടേം ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മോണോമിയൽ. അപ്പം എങ്ങനെയാണ് ഒരു ബൈനോമിയൽ ആൻഡ് മോണോമിയൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അതുപോലെ കുറച്ച് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലൈങ് എ മോണോമിയൽ ബൈ എ ട്രൈനോമിയൽ. മോണോമിയലും ട്രൈനോമിയലും കൂടെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? മോണോമിയൽ മീൻസ് ഓൺലി വൺ ടേം ആണ്. ട്രൈനോമിയൽ മീനിങ് ഇസ് 3 ടേംസ് ആണ്. ട്രൈ മീനിങ് ഇസ് 3. അപ്പോൾ അവിടെ 3 ടേംസ് ഉണ്ടാവും. സോ ദാറ്റ് ഇസ് കോൾഡ് ദി ട്രൈനോമിയൽ. അപ്പോൾ ഇങ്ങനെ ഒരു മോണോമിയലും ട്രൈനോമിയലും കൂടെ പ്രൊഡക്റ്റ് എടുക്കാം, അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിലൂടെ തന്നെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഇവിടെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തത്. നമുക്ക് ഈ ഒരു ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു പ്രോബ്ലം എടുക്കുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, ദെൻ അത് സോൾവ് ചെയ്യാം. അങ്ങനെ നമുക്കിത് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. That is 3p into 4p square plus 5p plus 7. So ഇതിൽ 3p എന്ന് പറയുന്നത് മോണോമിയൽ ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്ന 3 ടേംസിന് ഒരു ഗ്രൂപ്പ് ആയിട്ട് കൊടുത്തു, അതുകൊണ്ടാണ് അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് 4p square 5p plus 7. സോ അതാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ ക്വസ്റ്റ്യൻ എഴുതാം. 3p ഇൻറ്റു ദെൻ ബ്രാക്കറ്റിലാണ് നമ്മുടെ അടുത്ത ടേംസ് വരുന്നത്, അതായത് ട്രൈനോമിയൽ 4p സ്ക്വയർ ദെൻ പ്ലസ് 5p ദെൻ പ്ലസ് 7. സോ ഇനി നമ്മൾ ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 3p ഇൻറ്റു 4p സ്ക്വയർ ചെയ്യുക ഫസ്റ്റ്, ദെൻ പ്ലസ് അഗെയിൻ 3p ഇൻറ്റു 5p ചെയ്യുക, ദെൻ പ്ലസ് 3p ഇൻറ്റു ലാസ്റ്റ് വരുന്ന 7. ഓക്കെ, ഇതാണ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നതിൻ്റെ മീനിങ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം നമുക്കിത് മോണോമിയൽസ് ആയിട്ട് മാറി അല്ലേ. മോണോമിയൽ ഇൻറ്റു മോണോമിയൽ, ദെൻ നെക്സ്റ്റ് മോണോമിയൽ ആൻഡ് നെക്സ്റ്റ് മോണോമിയൽസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് മോണോമിയൽ ഇൻറ്റു മോണോമിയൽ എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിലോട്ട് തന്നെ നമ്മൾ എത്തി. ഇനി നമുക്ക് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 ഇൻറ്റു 4 ഇസ് 12 ആണ്. ദെൻ p ഇൻറ്റു p സ്ക്വയർ ഇസ് p ക്യൂബ്. അപ്പോൾ നമുക്ക് p ക്യൂബ് എന്ന് എഴുതാം. ദെൻ പ്ലസ് 3 ഇൻറ്റു 5 ഇസ് 15 വരും. ദെൻ നെക്സ്റ്റ് p ഇൻറ്റു p ഇസ് p സ്ക്വയർ, അത് p സ്ക്വയർ ആയിട്ട് മാറി. ദെൻ പ്ലസ് 7 ഇൻറ്റു 3 ഇസ് 21 ആണ്. അപ്പോൾ 21p, അവിടെ ഒരു p ഏ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് p എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി ഇവിടെ നമുക്ക് അഡിഷൻ പോസിബിൾ അല്ല. വൈ? എന്തുകൊണ്ടാണ് നമുക്കിവിടെ അഡിഷൻ പോസിബിൾ അല്ല എന്ന് പറയുന്നത്? ഈ 3 ടേംസും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആ 3 ടേംസും എന്താണ്? അൺലൈക്ക് ടേംസ് ആണ് അല്ലേ. ലൈക്ക് ടേംസ് അല്ല, അൺലൈക്ക് ടേംസ് ആണ്. അതുകൊണ്ട് നമുക്ക് അഡിഷൻ പോസിബിൾ ആണോ? അല്ല. നമുക്ക് അഡിഷൻ പോസിബിൾ ആണെങ്കിൽ ലൈക്ക് ടേംസ് തമ്മിലേ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മോണോമിയൽ ആൻഡ് ട്രൈനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമുക്ക് ഇപ്പം ബൈനോമിയൽ ആയാലും ട്രൈനോമിയൽ ആയാലും നമ്മളത് ബ്രാക്കറ്റിലാണ് കൊടുക്കുക, അവിടെ ഒരു ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സിംപ്ലി പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ബ്രാക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്യുക ചെയ്യുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ടേമിനെ ഇൻസൈഡ് ബ്രാക്കറ്റിന് ഇൻസൈഡ് വരുന്ന ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് ദി മീനിങ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ആഡ് 4y ഇൻറ്റു 3y സ്ക്വയർ പ്ലസ് 5y മൈനസ് 7. ദെൻ നെക്സ്റ്റ് വൺ ഇസ് 2 ഇൻറ്റു y ക്യൂബ് മൈനസ് y സ്ക്വയർ പ്ലസ് 5. ഇവിടെ ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഡ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇവിടെ ആഡ് ചെയ്യാന്ന് പറയുന്നതിന് മുന്നേ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുണ്ട്. അത് നമുക്ക് ടേംസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റത്തെ എക്സ്പ്രഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, 4y അത് മോണോമിയൽ ആണ്. ദെൻ ഇൻസൈഡ് ദി ബ്രാക്കറ്റ് 3 ടേംസ് വരുന്നുണ്ട്, ദാറ്റ് ഇസ് ട്രൈനോമിയൽ. അപ്പോൾ മോണോമിയൽ ഇൻറ്റു ട്രൈനോമിയൽ ആണ് നമ്മുടെ ഫസ്റ്റ് ആഡ് ചെയ്യാൻ തന്ന ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യണം?
മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മോണോമിയൽ ആൻഡ് ട്രൈനോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ഇവിടെ സെക്കൻഡ് തന്നത് നോക്കുമ്പോഴും സെയിം അതുപോലെയാണ്. പുറത്ത് 2 വരുന്നുണ്ട്. ദെൻ ഇൻസൈഡ് ദി ബ്രാക്കറ്റ് 3 ടേംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം 4y ഇൻറ്റു 3y സ്ക്വയർ (3y square plus 5y minus 7). ഓക്കെ, സോ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എടുക്കാം. അതായത് മോണോമിയൽ ഇൻറ്റു ട്രൈനോമിയൽ ഇവിടെ ചെയ്യാം. അപ്പോൾ 4y ഇൻറ്റു 3y സ്ക്വയർ, 4y ഇൻറ്റു 3y സ്ക്വയർ എന്താണ്? 12y ക്യൂബ് ആണ്. 12y ക്യൂബ്. ഓക്കെ, y ഇൻറ്റു y സ്ക്വയർ y ക്യൂബ്. ദെൻ നെക്സ്റ്റ് പ്ലസ് again 4y into 5y is 20y square. 20y square. Then next പ്ലസും മൈനസും ആണ്. അപ്പോൾ പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ എന്തായിരിക്കും? മൈനസ് ആണ് വരിക ആൻസറിൽ. അപ്പം മൈനസ് 7 ഇൻറ്റു 4y എന്ന് പറയുന്നത് 7 ഇൻറ്റു 4 ചെയ്യുക, എന്നിട്ട് y കൊടുക്കുക. ഓക്കെ, അപ്പോൾ 28y എന്ന് വരും. 28y. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ നമുക്ക് ആഡ് ചെയ്യാൻ തന്ന ഫസ്റ്റ് എക്സ്പ്രഷനെ നമ്മളൊന്ന് സോൾവ് ചെയ്തെടുത്തതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡും ഇതുപോലെ ചെയ്യാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു y ക്യൂബ് മൈനസ് 4y സ്ക്വയർ പ്ലസ് 5. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു y ക്യൂബ് ഇസ് 2y ക്യൂബ്. ദെൻ നെക്സ്റ്റ് minus 4 into 2, 8y square. Then next plus 10. Plus 10 ആണ് വരുന്നത്. ഓക്കെ, അവിടെ വാരിയബിൾ വരുന്നില്ല. 2 into 5 10 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ രണ്ട് ടേംസ് നമ്മൾ ആഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പം ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. നമുക്ക് ലൈക്ക് ടേംസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അൺലൈക്ക് ടേംസിനെ പോയിട്ട് ആഡ് ചെയ്യരുത്. ആ ടേം അതുപോലെ തന്നെ അവിടെ വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാനുള്ള രണ്ട് ടേംസിന് ഒരാളെ മുകളിലും ദെൻ അതിൻ്റെ താഴെ നെക്സ്റ്റ് ടേം കൂടെ എഴുതിയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ 12y ക്യൂബ് പ്ലസ് 20y സ്ക്വയർ ദെൻ മൈനസ് 28y. ദെൻ നെക്സ്റ്റ് നമുക്ക് ലൈക്ക് ടേംസിനനുസരിച്ച് അതിൻ്റെ താഴെ എഴുതി കൊടുക്കാം. അപ്പോൾ 2y ക്യൂബ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടേമിലും y ക്യൂബ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കാം. 2y ക്യൂബ്. ദെൻ മൈനസ് 8y സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റിലും y സ്ക്വയറിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് y സ്ക്വയർ കൊടുക്കാം. ഇനി നെക്സ്റ്റ് 10 ആണ്. സോ 10 എന്ന് പറയുന്നത് ഇവിടെ yയുടെ ടേം ഇല്ല. സോ ദാറ്റ് ഇസ് 0y. ദെൻ ലാസ്റ്റ് ടേം പ്ലസ് 10. അപ്പോൾ പ്ലസ് 10 ഇവിടെ കൊടുക്കാം. ദെൻ ഇനി ഈ രണ്ടെണ്ണത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് അഡിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സിംഗിൾ ആയിട്ട് വരുന്ന ടേം, അതായത് കോൺസ്റ്റന്റ് ടേം 10 മാത്രമാണ്. അപ്പോൾ നമുക്ക് മുകളിൽ ടേംസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ 0 കൊടുക്കാം. 0 ടേംസ് ഇല്ലെങ്കിൽ നമുക്ക് ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ജസ്റ്റ് അവിടെ 0 എന്ന് കൊടുത്തിട്ട് 0 പ്ലസ് 10. 0 പ്ലസ് 10 എന്ന് പറയുമ്പോൾ എന്താണ്? 10 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 10 വരും. ദെൻ നെക്സ്റ്റ് വൈയുടെ ടേംസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് മൈനസ് 28y പ്ലസ് 0y ആണ്. വാട്ട് ഇസ് ദി ആൻസർ? മൈനസ് 28y ഇസ് ദി ആൻസർ. അപ്പം മൈനസ് 28y. മൈനസ് 28y വന്നു. ഇനി നെക്സ്റ്റ് ടേംസിലോട്ട് നോക്കുമ്പോൾ y സ്ക്വയറിൻ്റെ ടേംസ് വരുന്നുണ്ട്. അപ്പോൾ 20 ദെൻ മൈനസ് 8 ആണ്. 20 പ്ലസ് മൈനസ് 8 എന്ന് പറയുമ്പോൾ ആൻസർ എന്താ? ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആണ് അല്ലേ? 20 നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. 20 പ്ലസ് മൈനസ് 8 അങ്ങനെ വരുന്ന സമയത്ത് രണ്ടും ഡിഫറെൻറ്റ് സൈൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ 8 ആണ്. അപ്പം 12 വരും അല്ലേ? 12 is the answer. പ്ലസ് 12 ആണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ പ്ലസ് 12y സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് y ക്യൂബിൻ്റെ ടേം ആണ്. y ക്യൂബിൻ്റെ ടേമിൽ 12ഉം 2 ആണ്. ആഡ് ചെയ്യാനാണ്. അപ്പോൾ 12ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 14 വരും. 14ൻ്റെ കൂടെ നമ്മൾ y ക്യൂബും കൂടെ കൊടുക്കാം. y ക്യൂബ്. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ
ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നോർമൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനും ചെയ്തു, അതുപോലെ തന്നെ അഡിഷനും ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് മോണോമിയൽ ഇൻറ്റു ട്രൈനോമിയലിലാണ് ചെയ്തത്. ദെൻ ആ ആൻസേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഡയറക്റ്റ് അഡിഷൻ മാത്രമല്ല, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ മുന്നേ മോണോമിയലും അതുപോലെ ബൈനോമിയലും മൾട്ടിപ്ലൈ ചെയ്യാനും ദെൻ മോണോമിയലും ട്രൈനോമിയലും മൾട്ടിപ്ലൈ ചെയ്യാനും പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ട് വരുന്ന എക്സസൈസ് ആണ്. എക്സസൈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, carry out the multiplication of the expressions in each of the following pairs. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ടേംസ് മോണോമിയൽ ആണോ വരുന്നത്, അല്ലെങ്കിൽ ബൈനോമിയൽ ആണോ ട്രൈനോമിയൽ ആണോ, നമ്മൾ ഫസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ അതിനുശേഷം മാത്രം പ്രോബ്ലം, അതായത് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4p ആൻഡ് q പ്ലസ് r ആണ്. 4p മീനിങ് ഇറ്റ്സ് ഓൺലി വൺ ടേം അല്ലേ, ദാറ്റ് ഇസ് കോൾഡ് ദി മോണോമിയൽ. അത് മോണോമിയൽ ആണ്. ബട്ട് നമ്മൾ അടുത്തയിലോട്ട് നോക്കുമ്പോൾ ദാറ്റ് ഇസ് q പ്ലസ് r ആണ്. അവിടെ രണ്ട് ടേംസ് വരുന്നുണ്ട് അല്ലേ, ഇങ്ങനെ 2 ടേംസ് വരുന്നുണ്ട്. 2 ടേംസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ബൈനോമിയൽ, അത് ബൈനോമിയൽ ആണ്. അപ്പോൾ നമുക്ക് മോണോമിയൽ ഇൻറ്റു ബൈനോമിയൽ ആണ് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം, 4p ഇൻറ്റു, അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ബ്രാക്കറ്റ് കൊടുക്കാം. അടുത്തത് ബൈനോമിയൽ ആണ്, അപ്പോൾ അതുകൊണ്ട് രണ്ട് ടേംസിനെ ഒരുമിച്ച് എഴുതുന്ന ബ്രാക്കറ്റ് കൊടുക്കാം. സോ ബ്രാക്കറ്റിൽ q പ്ലസ് r. ദെൻ ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 4p ഇൻറ്റു q ചെയ്യുക ഫസ്റ്റ്, ദെൻ പ്ലസ് നെക്സ്റ്റ് 4p ഇൻറ്റു r, അടുത്ത ടേം r ആണ്. അപ്പോൾ ഇവിടെ 4p ഇൻറ്റു q ഇസ് 4pq, then plus next 4p into r is 4pr, but these two terms are unlike terms. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതാണ് ഫൈനൽ ആയിട്ട് ആൻസർ വരുന്നത്. 4pq plus 4pr is the final answer. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എക്സ്പ്രഷൻ ഈച്ച് ഓഫ് ദി പെയേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഡ് ചെയ്യാനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ അവിടെ ആൻസർ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ ലാസ്റ്റ് ഒന്ന് ടേംസ് ചെക്ക് ചെയ്യാം. ടേംസ് ഇൻ കേസ് അത് ലൈക്ക് ടേംസ് ആണെങ്കിൽ നമുക്ക് അവിടെ അഡീഷൻ പോസിബിൾ ആണ്. ഇനി അൺലൈക്ക് ടേംസ് ആണെങ്കിൽ അഡീഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യനിൽ വരുന്ന സബ് ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ a പ്ലസ് ബി ഇൻറ്റു 7a സ്ക്വയർ ബി സ്ക്വയർ, ദാറ്റ് ഇസ് ദി 2 ടേംസ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, a പ്ലസ് ബി. ഈ a പ്ലസ് ബി എന്ന് പറയുന്നത് അവിടെ ബൈനോമിയൽ ആണ്, കാരണം എഡിഷൻ വെച്ച് അവിടെ സബ്ട്രാക്ഷൻ വന്നു, അല്ല സബ്ട്രാക്ട് ചെയ്തു, സബ്ട്രാക്ഷൻ വന്നു എന്നല്ല. സോ അവിടെ രണ്ടെണ്ണത്തിന് രണ്ട് ടേംസിന് ഒരുമിച്ച് എഴുതിയത്, അപ്പോൾ അതെന്തായിട്ട് മാറി, അത് ബൈനോമിയൽ ആയിട്ട് മാറി. അങ്ങനത്തെ ബൈനോമിയലും പിന്നെ നെക്സ്റ്റ് വരുന്നത് 7a സ്ക്വയർ ബി ആണ്. അതൊരു സിംഗിൾ ടേം ആണ്, ദാറ്റ് ഇസ് മോണോമിയൽ. ഇത് മോണോമിയൽ ആണ്. അപ്പോൾ ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ അതായത് നമ്മൾ ഓരോ ടേംസിനായിട്ട് ഇൻറ്റു ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും ഇൻറ്റു ചെയ്യണം, പിന്നെ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യണം. നമുക്ക് എങ്ങനെ എഴുതാം, a ഇൻറ്റു 7a സ്ക്വയർ ബി സ്ക്വയർ, ദെൻ പ്ലസ് b ഇൻറ്റു 7a സ്ക്വയർ ബി സ്ക്വയർ, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 7a ഇൻറ്റു a സ്ക്വയർ ഇസ് a ക്യൂബ് ആണ്. അപ്പം a ക്യൂബ് ദെൻ b സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് 7a സ്ക്വയർ, b ഇൻറ്റു ബി സ്ക്വയർ എന്താവും, b ക്യൂബ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ b ക്യൂബ് വരും. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ അല്ലേ. ഇതിൽ നമുക്ക് ഇനി ആഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല, രണ്ടും അൺലൈക്ക് ടേംസ് ആണ്. സോ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് വണ്ണിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഒരു ട്രൈനോമിയൽ ആണ്. അവിടെ 3 ടേംസ് വരുന്നുണ്ട്, ദാറ്റ് ഇസ് പി ക്യൂ പ്ലസ് ക്യൂ ആർ പ്ലസ് ആർ പി. സോ ദിസ് ഇസ് ട്രൈനോമിയൽ. ദെൻ ദാറ്റ് 1 ഇൻറ്റു 0 ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഈസിയാണ്, കാരണം എനി നമ്പർ ഇൻറ്റു 0, വാട്ട് ഇസ് ദി ആൻസർ, 0. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ 0 ആണ്. പക്ഷേ എന്നാൽ നമുക്ക് സ്റ്റെപ്പ് എഴുതി നോക്കാം അല്ലേ. സോ അപ്പോൾ ഇതിൽ എഴുതുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പി ക്യൂ ഇൻറ്റു 0 പ്ലസ് ക്യൂ ആർ ഇൻറ്റു 0
പ്ലസ് ആർ പി ഇൻറ്റു 0 ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അതായത് ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതി, മൾട്ടിപ്ലൈ ചെയ്തു നമ്മൾ ടേംസിനെ. അപ്പൊ ഏത് ടേംസ് ഇൻറ്റു 0 ചെയ്താൽ ആൻസർ 0 ആണ്. അപ്പൊ 0 പ്ലസ് 0 പ്ലസ് 0 ആയിട്ട് മാറി. ദി ഫൈനൽ ആൻസർ 0. നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ആൻസർ 0 എന്ന് എഴുതാം. പക്ഷെ എന്നാൽ നമുക്ക് സ്റ്റെപ്പ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് നോട്ട് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു 2 മാർക്സിനൊക്കെ ചോദിച്ചാലോ, അപ്പൊ നമുക്ക് സ്റ്റെപ്പ് വേണം. അപ്പൊ അതുകൊണ്ട് എന്തായാലും സ്റ്റെപ്പ് എഴുതി കൊടുക്കുക. ബട്ട് ഇൻ കേസ് ഓഫ് MCQ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ 0 മാത്രം മതി. നമ്മൾ ആ സ്റ്റെപ്പ് ഒന്നും വേണം, നമുക്ക് ജസ്റ്റ് ആൻസർ ഏതാണോ അത് എഴുതാം. അതായത് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 0 എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കംപ്ലീറ്റ് ദി ടേബിൾ എന്നാണ്. നമ്മൾ മുന്നേ ഇതേപോലെ തന്നെ ഒരു ടേബിൾ ഫസ്റ്റ് സെക്ഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പഠിച്ച സമയത്തും എക്സസൈസിൽ നമുക്ക് ഇതുപോലൊരു ടേബിൾ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അവിടെ ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഈ ടേബിൾ ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്യേണ്ട കോളം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുക, അവിടെ എഴുതുക, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷനും ഉണ്ട്, അതുപോലെ സെക്കൻഡ് എക്സ്പ്രഷനും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻ്റെയും കൂടെ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് A ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ഡി ആണ്. മോണോമിയൽ ഇൻറ്റു ട്രൈനോമിയൽ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം A ഇൻറ്റു ബി അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക. A ഇൻറ്റു ബി എസ് AB, then A into C is AC, then A into D is AD. So this is the final answer. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ എല്ലാവരും അൺലൈക്ക് ടേംസ് ആണ്. അപ്പോൾ നമുക്ക് അൺലൈക്ക് ടേംസിനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, then നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് എക്സ് പ്ലസ് വൈ മൈനസ് 5 ദെൻ ഇൻറ്റു 5xy ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേമും പുറത്തുള്ള ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 5xy ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 5x² y ആവും. ദെൻ നെക്സ്റ്റ് പ്ലസ് y ഇൻറ്റു 5xy എന്ന് പറയുന്നത് 5xy² ആവും. അപ്പോൾ 5xy². ദെൻ നെക്സ്റ്റ് മൈനസ് ആയതുകൊണ്ട് മൈനസ് 5 ഇൻറ്റു 5, അവിടെ 5ഉം 5ഉം കൂടെ വരുന്നുണ്ട്. സോ 5 ഇൻറ്റു 5 is 25. അപ്പോൾ 25xy എന്ന് വരും. xy, ദാറ്റ് ഇസ് ദി ആൻസർ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി ഇവിടെ നമുക്ക് ലൈക്ക് ടേംസ് ഒന്നുമില്ല, 3 പേരും അൺലൈക്ക് ടേംസ് ആണ്. അപ്പോൾ അത് നമുക്കൊരു ട്രൈനോമിയലിലോട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത്രയും എഴുതിയാൽ മതി. ദാറ്റ് ഇസ് ദി ഫൈനൽ ആൻസർ. ദെൻ നെക്സ്റ്റ് പി ആണ്. അപ്പോൾ പി ഇൻറ്റു 6p² മൈനസ് 7p പ്ലസ് 5. ആദ്യം നമ്മൾ ഇങ്ങനെ ഇൻറ്റു ചെയ്ത് എഴുതി വെക്കാം, ഇൻറ്റു ചെയ്യുന്ന മോഡലിൽ എഴുതി വെക്കാം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ പുറത്ത് വരുന്ന ആ ടേമിനെ ഉള്ളിൽ ബ്രാക്കറ്റിന് ഇൻസൈഡ് വരുന്ന ടേംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ p ഇൻറ്റു 6p², p ഇൻറ്റു 6p² is 6p³ ആണ് വരുന്നത്. അപ്പോൾ 6p³ ദെൻ മൈനസ് 7p minus 7p into p is 7p² minus 7p². Then plus 5 into p is 5p. 5 into p എന്താണ്, 5p ആണ്. 5 into p is 5p is the answer. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കോളവും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് 4p²q then p² minus q² ആണ്. അപ്പോൾ ആദ്യം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. 4p²q² ഇൻറ്റു p² മൈനസ് q². ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ 4p²q² ഇൻറ്റു p². അപ്പോൾ p² വന്നു. p² ഇൻറ്റു p² ഇസ് p⁴ ആണ്. അപ്പം 4p⁴ then q² മൈനസ് then next 4p² into q² into q² is q⁴ ആണ്. അപ്പോൾ നമുക്കിവിടെ q⁴ വന്നു. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. അവിടെയും രണ്ട് ടേംസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇവിടെ p4 ആണ്, അവിടെ q ആണ് 4 വരുന്നത്. അതുകൊണ്ട് ടേംസ് ഡിഫറെൻറ്റ്. സോ ഇനി ലാസ്റ്റ് വണ്ണും കൂടെ നമുക്ക് ചെയ്യാം. ലാസ്റ്റ് വൺ എന്താ വന്നത്, a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ABC ആണ്. രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ,
A plus B plus C then into ABC. ഓക്കെ, അപ്പം നമുക്ക് പുറത്തുള്ള എ ബി സി ആയിട്ട് ഓരോ ടേംസിനെ ഇൻസൈഡ് ഈ ബ്രാക്കറ്റ് വരുന്ന ഓരോ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അപ്പം എ ബി സി ഇൻറ്റു എ എന്ന് പറയുമ്പം അവിടെ എ റിപ്പീറ്റ് വന്നു. അപ്പം എ ഇൻറ്റു എ സ്ക്വയർ ആണ്. അപ്പം എ സ്ക്വയർ ബി സി ദെൻ പ്ലസ് നെക്സ്റ്റ് വരുമ്പം എ ബി സി ഇൻറ്റു ബി ആണ്. സോ ബി റിപ്പീറ്റഡ് വന്നു. ബി ഇൻറ്റു ബി സ്ക്വയർ. സോ എ ബി സ്ക്വയർ സി ദെൻ പ്ലസ് നെക്സ്റ്റ് ഇസ് എ ബി സി ഇൻറ്റു സി. അവിടെ സി 2 ടൈം വന്നു. സോ സി സ്ക്വയർ ആയിട്ട് മാറും. അപ്പം എ ബി സി സ്ക്വയർ, എ ബി സി സ്ക്വയർ. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. എ സ്ക്വയർ ബി സി പ്ലസ് എ ബി സ്ക്വയർ സി ദെൻ ലാസ്റ്റ് ടേം ഇസ് എ ബി സി സ്ക്വയർ ഇസ് ദി ലാസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന്? സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് മോണോമിയൽ ആണ്. മോണോമിയൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി മോണോമിയലും ബൈനോമിയലും വരുമ്പോഴും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ട് മോണോമിയൽ ആൻഡ് ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാക്കി വരുന്ന സെക്ഷൻസ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ്റെ ഒക്കെ കേസസിൽ നമ്മൾ നോർമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അറിയണം. കാരണം കോഎഫിഷ്യൻസ് വരുമ്പം നമുക്ക് ടേബിൾസ് അറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അതിനുശേഷം വാരിയബിൾസ് വരുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ 2 ടേബിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടേബിൾസിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആവും. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.